അങ്ങനെ സംഗമം കൂടിയ നന്നായി. നമ്മളറിയപ്പെടാത്ത പുലക്കുത്ത് ആണല്ലോ നമ്മളെ വല്യാപ്പാർ തമ്മിലുള്ള ബന്ധത്തിലാവുമല്ലോ. ഇതാ ആർക്കും ഓരോ തലമുറ കഴിയുമ്പോൾ തമ്മിൽ അറിയുന്നില്ല. ഏതായാലും ഇങ്ങനെ സംഗമം ഉണ്ടായത് നന്നായി. പിന്നെ എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു മൊഴിക്കൽ, അത് കഴിഞ്ഞിട്ട് വരികയാണ്. ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം ഈ വയസ്സുകാലത്ത് പരീക്ഷ? ഇപ്പം ഈ വയസ്സിൽ ഖുർആൻ്റെ പരീക്ഷ നടക്കുള്ളൂ, അല്ലാത്തത് നടക്കില്ല. പിന്നെ മുഹമ്മദ് മൗലവിൻ്റെ മകളാണ് ഞാൻ. എൻ്റെ 5 ആങ്ങളാരും 2 അനിയത്തികളും എല്ലാവരും ഇവിടെ ഇല്ല. ഒരാങ്ങളല്ല, അനിയത്തില്ല, ബാക്കി എല്ലാവരും ഉണ്ട് ഇല്ലേ. പിന്നെ 2 ആളില്ല. ഒരാൾ 1 മാസം ലീവിൽ പോയതാണ് ഖത്തറിൽ. പിന്നെ ഇവിടെ നമ്മൾ നാട്ടിൽ പോകുക എന്നാണ് പറയല്. ഇവിടേക്ക് പാഴൂർക്ക് വാപ്പാൻ്റെ നമ്മളെല്ലാവരും നാട്ടിൽ പോകുക, നമ്മൾ നാട് എന്നാണ് പറയല്. നാട്ടിൽ പോകുക അവിടെ നമ്മൾ പിന്നെ മൂത്താപ്പാരും മക്കളും അവരൊക്കെ എപ്പോഴും ഉണ്ട്, ഇതിലൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പം ഇങ്ങനെ പോക്ക് വരുമ്പോൾ കുറച്ച് ഇങ്ങനെ പണ്ടത്തെ മാതിരിയല്ലല്ലോ. ഇപ്പോൾ കൂട്ടും കുടുംബമൊക്കെ ആയി, അകലത്തിലായി. അപ്പം ബന്ധപ്പെടൽ ചുരുക്കം, എന്നാലും ബന്ധമുണ്ട്. ഏതായാലും ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. ഭർത്താവ് 3 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ക്യാൻസറായിരുന്നു. പെട്ടെന്ന് 2 മാസം കൊണ്ടാണ് രോഗം അറിയുന്നതും പെട്ടെന്ന് കൂടി മരിച്ചുപോയി. പിന്നെ മക്കൾ 5 ആൾ, 4 ആണും 1 പെണ്ണും. അതിൽ ഒരു മോന് പിന്നെ ഖത്തറിലാണ്, മോന് ഭാര്യയും കുട്ടികളും. മോള് ദുബായിൽ, ഇപ്പോൾ UK പോയി. ഓളും 3 മക്കളും ഭർത്താവും. പിന്നെ മൂത്ത മോന് ഇവിടെ ചേന്നങ്കല്ലൂർ സ്കൂളിലെ മാഷാണ്. അവൻ്റെ ഭാര്യ പിന്നെ ടീച്ചറാണ്. 2 ആളും ഹയർ സെക്കൻഡറിയിലാണ്. 2ാമത്തെ മോന് ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ മാഷാണ്, അധ്യാപകനാണ്. അവൻ്റെ ഭാര്യ ടീച്ചറാണ്. പിന്നെ ചെറിയ മോനുണ്ട്, അവനിങ്ങനെ ബിസിനസ് വെച്ച് നടക്കുകയാണ്. അവന് പഠിപ്പൊക്കെ എല്ലാം 2 PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ബിസിനസ്സിലേക്കാണ് താല്പര്യം. ഇവൻറ്റ് മാനേജ്മെൻറ്റില്ല, കുഴപ്പമില്ലാതെ അങ്ങനെ പോണ്. പിന്നെ ജമീൽ പറയും, 3ാമത്തെ മകൻ ജമീൽ. അവന് ഞാൻ പറഞ്ഞല്ലോ ഖത്തറിലാണ്. അവന് ഭാര്യ എല്ലാ വെക്കേഷനിലും വരും. മോളിപ്പോൾ പോയിട്ടൊരു കൊല്ലം ആവണേ ഉള്ളൂ. ദുബായിലായിരുന്നു, UK പോയിട്ട് 1 കൊല്ലം ആണേ ഉള്ളൂ. അപ്പോൾ ജോലി കാര്യമായിട്ടായിട്ടില്ല, കൊണ്ട് ഈ കൊല്ലം വരുന്നില്ല.